നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കമ്മ്യൂണിസത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത സർക്കാരാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കേരളത്തിൽ CPM നേതൃത്വം നൽകുന്നത് ക്രിമിനൽ വൽക്കരണത്തിന്. മുഖ്യമന്ത്രി തെറ്റുകൾ ആവർത്തിക്കുകയാണെന്നും ബൽറാം. കർഷക ആത്മഹത്യകൾ തടയണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കർഷക കോൺഗ്രസ് ധർണ. ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിക്ക് വെട്ടേറ്റു. കരൂർ കൃഷ്ണരായപുരം സ്വദേശി 40 വയസ്സുള്ള പത്മനാഭന് വെട്ടും കുത്തുമേറ്റത് മായനൂർ പാലത്തിനു താഴെ ഭാരതപ്പുഴയിൽ വെച്ച്. വാണിയംകുളം ചന്തയിലേക്ക് പോകാൻ ഒറ്റപ്പാലത്ത് ട്രെയിൻ മാർഗമെത്തിയ പത്മനാഭനിൽ നിന്ന് പണം കവരാനായിരുന്നു ആക്രമണമെന്ന സംശയം. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. റെയിൽ നഗരിയായ ഷൊർണൂരിനോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന CPIM. അവഗണനയ്ക്കെതിരെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച്. സമരം CPM ഷൊർണൂർ കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. പ്ലാച്ചിമട സമരം ജനകീയ പോരാട്ടത്തിന്റെ ആവേശ മാതൃകയെന്ന് ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബിഷപ്പ് സമരപ്പന്തൽ സന്ദർശിച്ചു. പ്ലാച്ചിമടക്കാരല്ല സമരം നടത്തുന്നതെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രസ്താവന തെറ്റെന്നും ബിഷപ്പ്. ഭൂമി തരംമാറ്റൽ സംബന്ധിച്ച് 2 വർഷം മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ മുൻ കൃഷി ഓഫീസർ വരുത്തിയ വീഴ്ച മൂലം ഷൊർണൂരിൽ PMAY പദ്ധതി പ്രകാരം ഭവന നിർമ്മാണത്തിന് അപേക്ഷിച്ച പലരും രേഖകൾ ഹാജരാക്കാനാകാതെ പ്രതിസന്ധിയിലെന്ന പരാതി. വിരമിച്ച കൃഷി ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ അനാസ്ഥയെന്ന് BJP. ഗുണഭോക്താക്കൾക്കൊപ്പം ഷൊർണൂർ കൃഷിഭവനിലെത്തി BJP കൌൺസിലർമാരും നേതാക്കളും പ്രതിഷേധമറിയിച്ചു. തിങ്കളാഴ്ച മുതൽ ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ ഭൂമി തരം മാറ്റൽ സംബന്ധിച്ച അപേക്ഷകൾ പരിഗണിക്കാമെന്ന് പുതിയ കൃഷി ഓഫീസർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് നേതാക്കൾ. കുന്നംകുളത്ത് 13-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 63-കാരൻ അറസ്റ്റിൽ. കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് കാട്ടക്കാമ്പാൽ ചിറക്കൽ സ്വദേശി ഉമ്മർ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാലക്കാട്ട് ഫിറ്റ്നസും ടാക്സും ഇൻഷുറൻസുമില്ലാതെ സ്കൂൾ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ ട്രാവലർ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. വാഹനോടമ കൂടിയായ ഡ്രൈവർക്ക് പിഴ ചുമത്തി. ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാനും ശുപാർശ. വാർത്തകൾ വിശദമായി. കമ്മ്യൂണിസത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത സർക്കാരാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കർഷക ആത്മഹത്യകൾ തടയണമെന്നും കർഷക രക്ഷാ പദ്ധതികൾ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കർഷക കോൺഗ്രസ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VT ബൽറാം. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയത്തിനേറ്റ തിരിച്ചടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് VT ബൽറാം ചൂണ്ടിക്കാട്ടി. അഹന്തയും അഹങ്കാരവും നിറഞ്ഞ മുഖ്യമന്ത്രിയുടെ കീഴിലെ ഭരണം തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബോണസും പെൻഷനും ഇല്ലാതാക്കിയ സർക്കാർ സംഭരണവില നൽകാൻ പോലും നടപടി സ്വീകരിക്കുന്നില്ല. കേരളത്തിൽ CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണെന്നും VT ബൽറാം ആരോപിച്ചു. വലിയ നീണ്ട വടിയെടുത്ത് ആളുകളെ പ്രതിഷേധിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെടുത്ത് അവിടെ ചെന്ന് അടിച്ച് നിലത്തിട്ട് ചവിട്ടുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഈ കേരളം കാണുമ്പോ അതിനെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി നിയമവാഴ്ച ഉറപ്പുവരുത്താനുള്ള ഭരണഘടനാപരമായ ബാധ്യതയുള്ള പിണറായി വിജയൻ പറയുന്നത് ഇവർ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്, ജീവൻ രക്ഷാപ്രവർത്തനമാണ്. അത് ഞാൻ ഇന്നലെയും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്നും അങ്ങനെയാണ് പറയുന്നത്, നാളെയും അത് തന്നെ പറയും. നെല്ല് ആണ് 2 വർഷം മുമ്പ് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് സപ്ലൈകോ വഴി സംഭരിച്ചിരുന്നത്. ഈ വർഷം സംഭരിക്കുന്നത് ഒരു 50,000 ടണ്ണാണ്. എന്താ ഇതിനർത്ഥം? കർഷകർക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിന് സപ്ലൈകോയെ വിശ്വാസമില്ലാതായിരിക്കുന്നു. നിങ്ങൾക്ക് നെല്ല് തന്നാൽ അതിന്റെ പൈസ കിട്ടില്ല, ഞങ്ങൾ വീടുകൾ കൂടുതൽ കടക്കാരായി മാറുകയാണ് എന്നുള്ള അവസ്ഥയിലാണ് പാവപ്പെട്ട കർഷകർ ചുരുങ്ങിയ വിലയ്ക്ക്, താങ്ങുവിലയ്ക്കും താഴ്ന്ന വിലയ്ക്ക് നെല്ലുകൾക്ക് ഇത് ഒഴിവാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഈ ജില്ലയിലുടനീളം ഉണ്ടാകുന്നത്. ഇന്ന് 1 വർഷം സംഭവിച്ചു, വീഴ്ചയാണെന്ന് നമുക്ക് അംഗീകരിക്കാം. പ്രതീക്ഷിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായ അബദ്ധമാണ് എന്ന് സംഭവിക്കാം. അടുത്ത വർഷം ഇത് തന്നെയായാലും. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് B ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി AD സബോസ്, KC പ്രീത്, P ബാലചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി EM ബാബു, G ശിവരാജൻ, ഗീവർഗീസ് മാസ്റ്റർ, C സ്വാമിനാഥൻ, രവീന്ദ്രൻ വള്ളിക്കോട്, ഉണ്ണി പട്ടാമ്പി, കുഞ്ഞുണ്ണി, MC വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിക്ക് വെട്ടേറ്റു. മായനൂർ പാലത്തിന് താഴെ ഭാരതപ്പുഴയിൽ വെച്ചാണ് കരൂർ കൃഷ്ണരായപുരം സ്വദേശി 40 വയസ്സുള്ള പത്മനാഭന് വെട്ടും കുത്തുമേറ്റത്. വാണിയംകുളം ചന്തയിലേക്ക് പോവുകയായിരുന്ന പത്മനാഭനിൽ നിന്ന് പണം തട്ടാനായിരുന്നു ആക്രമണമെന്ന് സംശയിക്കുന്നു.
ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാണിയംകുളം കന്നുകാലി ചന്തയിലേക്ക് വ്യാപാരത്തിന് പോകുന്നതിനിടെ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് പത്മനാഭന് നേരെ ആക്രമണമുണ്ടായതെന്ന് കരുതുന്നു. വ്യാഴാഴ്ച രാവിലെ 7:30യോടെയാണ് സംഭവം. മായനൂർ പാലത്തിന് താഴെ ഭാരതപ്പുഴയിൽ കുളിക്കാൻ വന്നതായിരുന്നു പത്മനാഭൻ. അവിടെ വെച്ച് 2 പേർ ചേർന്ന് ഇയാളെ തലയ്ക്ക് വെട്ടുകയും കഴുത്തിന് പിന്നിലും മുതുകിലുമായി കുത്തുകയുമായിരുന്നു. സാരമായി പരിക്കേറ്റ ഇയാൾ ഭാരതപ്പുഴയിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരം നടന്ന് മായനൂർ പാലത്തിന് സമീപമുള്ള കള്ളുഷാപ്പിനടുത്തെത്തി. ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട നാട്ടുകാർ ഒറ്റപ്പാലം പോലീസിൽ വിവരമറിയിച്ചു. പോലീസെത്തി ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. തലയിൽ ആഴത്തിലുള്ള വെട്ടും കഴുത്തിനും പിന്നിലും മുതുകിലുമായി 4 കുത്തുമുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇയാൾ സ്ഥിരം ഭാരതപ്പുഴയിൽ കുളിച്ചാണ് ചന്തയിലേക്ക് പോകാറുള്ളതെന്ന് ഇവിടെ കുളിക്കാനെത്തുന്നവർ പറഞ്ഞു. കരൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച് ട്രെയിൻ മാർഗം ഒറ്റപ്പാലത്തെത്തി ഭാരതപ്പുഴയിൽ കുളിച്ചാണ് ചന്തയിലേക്ക് പോകുന്നത് പതിവ്. പണം തട്ടാനായിരുന്നു ആക്രമണമെന്ന് സംശയിക്കുന്നതായി ഒറ്റപ്പാലം പോലീസ് പറഞ്ഞു. അക്രമികളെ കണ്ടെത്താനായിട്ടില്ല. ഒരു സ്ഥലത്തു നിന്നാണോ ആക്രമണം നടന്നിരിക്കുന്നതെന്ന് അന്വേഷിച്ചു വരികയാണ്. പത്മനാഭൻ്റെ മൊഴിയെടുത്താൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. ഒറ്റപ്പാലം പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം SI M സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സയൻറ്റിഫിക് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റെയിൽവേ നഗരമായ ഷൊർണൂരിനോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് CPM. കേന്ദ്ര അവഗണനയെ ആരോപിച്ച CPM ഷൊർണൂർ കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റികൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. റെയിൽവേ കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. യാതൊരു കാര്യം ചെയ്യാൻ ഇത്തരത്തിൽ റെയിൽവേയുടെ 100 കണക്കിന് ഏക്കർ ഭൂമി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ റെയിൽവേ സ്റ്റേഷന് പ്രത്യേകത ഉള്ളതാണ്, എല്ലാ ട്രെയിനുകളും ഈ സ്റ്റേഷനെ ബന്ധിപ്പിച്ചു വരുന്നത്. കേരളത്തിലേക്ക് വരുന്ന എല്ലാ ഹൈസ്പീഡ് ട്രെയിനുകളും ഈ സ്റ്റേഷൻ ബന്ധപ്പെടാതെ പോകാൻ സാധിക്കില്ല. ഇപ്പോൾ CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ്, കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N ജയപാൽ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P സിന്ധു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്ലാച്ചിമട സമരം ജനകീയ സമരത്തിന്റെ മാതൃകയാണെന്ന് ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബിഷപ്പ് സമരപ്പന്തൽ സന്ദർശിച്ചു. പ്ലാച്ചിമടക്കാരല്ല സമരം നടത്തുന്നതെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രസ്താവന തെറ്റാണെന്നും ബിഷപ്പ് പറഞ്ഞു. വിപ്ലവത്തിന്റെ മൂലധനം കയ്യിലേന്തിയ മുൻകാല ഇടത് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഇടത് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ് ആക്ഷേപിച്ചു. ജനങ്ങളുടെ ദാസന്മാരാകേണ്ട ഭരണാധികാരികൾ കുത്തകകൾക്കായി ദാസ്യപ്പണി ചെയ്യുന്നത് അപകടകരമാണ്. തൊഴിലാളികളുടെയും അധസ്ഥിതരുടെയും കണ്ണീരൊപ്പാൻ കഴിയാത്ത സർക്കാരിന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും ബിഷപ്പ് പറഞ്ഞു. പ്ലാച്ചിമട സമരം ജനകീയ സമരത്തിന്റെ ആവേശ മാതൃകയാണ്. പ്ലാച്ചിമടക്കാരല്ല സമരം നടത്തുന്നതെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രസ്താവന ശരിയല്ലെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു ദിവസമാണ്. എന്നാൽ പ്ലാച്ചിമടയിലെ സാധാരണക്കാർക്ക് ഇന്നും സ്വാതന്ത്ര്യം അകലെയാണ്. പ്രത്യേകിച്ച് വെള്ളമെന്ന് പറയുന്നത് ഒരു കവിതയുണ്ട്, വളരെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്. വെള്ളം വെള്ളം എവിടെയും വെള്ളം, കുടിക്കാൻ ഒരു തുള്ളി ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് പ്രിയപ്പെട്ട അമ്മ ഇപ്പൊ നൽകിയ ആ പ്രസംഗത്തിൽ പറഞ്ഞത്.
വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ കൊള്ളില്ല. ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ ഊറ്റിയെടുത്ത് ഒരു ഭീമൻ കോർപ്പറേറ്റ് കമ്പനി നമ്മുടെ ആരുടെയും അനുവാദമില്ലാതെ നമ്മുടെ സ്വന്തം വെള്ളം, പ്രകൃതിയുടെ വിഭവം, ചില അധികാരികളുമായിട്ട് സന്ധി ഉണ്ടാക്കി അത് മുഴുവൻ ഊറ്റിയെടുത്ത് ഈ പ്രദേശത്തെ വെള്ളത്തിന്റെ ലഭ്യതയും പരിശുദ്ധിയും എല്ലാം നഷ്ടപ്പെടുത്തി. സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ, CR നീലകണ്ഠൻ, അഗസ്റ്റിൻ വട്ടോളി, M തങ്കവേലു, C ശാന്തി, M ഭാഗ്യം, K സുന്ദരൻ, V കന്നിയമ്മ, V കുഞ്ഞുദേവി, C രേവതി, R മുരുകൻ തുടങ്ങിയവർ ബിഷപ്പിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി സർക്കാർ ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത്. ചുറ്റുമതിൽ പുനർനിർമ്മാണത്തിനായി 10 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത്. ചുറ്റുമതിലില്ലാത്തതിനാൽ രാത്രികാലങ്ങളിലും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമേറെയാണ്. സ്കൂളിൽ ക്ലാസ് മുറികൾ മലിനപ്പെടുത്തുന്നതും നിത്യസംഭവമാണ്. കഴിഞ്ഞ ദിവസം ജനാൽ ചില്ലുകൾ എറിഞ്ഞു തകർത്ത സംഭവം വരെയുണ്ടായി. പ്രവേശന കവാടം ഭദ്രവും സുരക്ഷിതവുമാണെങ്കിലും ചുറ്റുമതിൽ തകർന്നു കിടക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ താവളമടിക്കുന്നുണ്ട്. തകർന്ന ഭാഗങ്ങളിൽ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാനായി ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് പറഞ്ഞു. ചുറ്റുമതിൽ തകർന്നതായി മാധ്യമങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു. ഹൈസ്കൂൾ HM, PTA ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്തായാലും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 10 ലക്ഷം രൂപ കോട്ടായി ഹൈസ്കൂളിൻ്റെ ചുറ്റുമതിലിന് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റ് നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരുന്നു. അധികം വൈകാതെ തന്നെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശം ഇതിനകം തന്നെ എഞ്ചിനീയറിംഗ് വിങ്ങിനും മറ്റും നൽകിയിട്ടുണ്ട്. സ്കൂളിന്റെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചത് ഏറെ സന്തോഷമുള്ള കാര്യമാണെന്ന് കോട്ടായി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VK കൃഷ്ണലീലയും പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളിൽ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സെക്ഷനിലെ ചുറ്റുമതിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. ആ ആവശ്യവും ജില്ലാ പഞ്ചായത്തിൽ ഉന്നയിച്ചപ്പോൾ ഉടൻ തന്നെ 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ഈ ആവശ്യം നിറവേറ്റി തന്നിരിക്കുകയാണ്. അവരെ ഉടൻ തന്നെ പണി ആരംഭിക്കുന്നതാണ്. ആ സന്തോഷവും ജില്ലാ പഞ്ചായത്തിനെ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂരിൽ ഭൂമി തരംമാറ്റൽ അപേക്ഷ പരിഗണിച്ചതിലെ അനാസ്ഥ മൂലം ഭവന നിർമ്മാണത്തിന് അപേക്ഷിച്ച പലരും പ്രതിസന്ധിയിലായെന്ന് പരാതി. വിരമിച്ച കൃഷി ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് പലരുടെയും വീടെന്ന സ്വപ്നം തുലാസിലാക്കിയതെന്ന് BJP ആരോപിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഭവന നിർമ്മാണത്തിന് അപേക്ഷിച്ചവരിൽ 2 വർഷം മുമ്പ് ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകിയവർക്കാണ് ഷൊർണൂർ കൃഷിഭവനിൽ നിന്ന് വിരമിച്ച കൃഷി ഓഫീസറുടെ അനാസ്ഥ മൂലം അനുമതി ലഭിക്കാതിരിക്കുന്നതെന്ന് BJP ആരോപിക്കുന്നു. ഭൂമിയുടെ തരം മാറാത്തതുമൂലം നഗരസഭയിൽ PMAY ഭവന പദ്ധതിക്കായി അപേക്ഷ നൽകിയവർക്ക് സമയബന്ധിതമായി രേഖകൾ സമർപ്പിക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ അറിയിച്ചതായി ഗുണഭോക്താക്കൾ പറയുന്നു. ഷൊർണൂർ കല്ലിപ്പാടം സ്വദേശികളായ ബാലകൃഷ്ണൻ, കുഞ്ഞിരാമൻ, ഗണേശ് ഗിരി സ്വദേശി രാജേഷ് പറക്കാട്ട് തുടങ്ങിയവരാണ് പരാതിയുമായി കൃഷി ഓഫീസിലെത്തിയത്. വിവരമറിഞ്ഞ BJP നേതാക്കളും കൗൺസിലർമാരും സ്ഥലത്തെത്തി. കൃഷി അസിസ്റ്റന്റിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു മറുപടി. തരം മാറ്റൽ പ്രക്രിയ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലാണ് നടക്കാറുള്ളതെന്ന് കൃഷി അസിസ്റ്റന്റ് മറുപടി നൽകി. കൃഷി ഓഫീസർ ഒറ്റപ്പാലത്ത് ഒരു മീറ്റിംഗിന് പോയിരുന്നു. തുടർന്ന് കൃഷിഭവനിലെത്തിയ കൃഷി ഓഫീസറോട് BJP നേതാക്കൾ കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. ഇതേ തുടർന്ന് അടുത്ത തിങ്കളാഴ്ച മുതൽ ഭവന പദ്ധതിക്കാരുടെ അപേക്ഷകൾ പരിഗണിക്കാമെന്ന് കൃഷി ഓഫീസർ ഉറപ്പു നൽകിയിട്ടുണ്ട്. 2022 ജൂലൈ മാസം മുതൽ ഭവന നിർമ്മാണത്തിന് ഭൂമി തരം മാറ്റി കിട്ടുന്നതിന് നൽകിയ അപേക്ഷകൾ പരിഗണിക്കാതെ സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് ഭൂമി തരം മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവൃത്തികളാണ് വിരമിച്ച കൃഷി ഓഫീസർ നടത്തിയിട്ടുള്ളതെന്ന് BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ആരോപിച്ചു. വേറെ ഒരു വിഷയം, ഈ കൃഷി ഓഫീസർ, മുൻ ഉണ്ടായിരുന്ന കൃഷി ഓഫീസർ വളരെ കൂടുതലുമായി ഉപയോഗിച്ചത് ഈ തരം മാറ്റലും തിരിക്കലും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏക്കർ കണക്കിന് തണ്ണീർത്തടങ്ങളും തരിശുഭൂമികളും എല്ലാം
മാറ്റിക്കൊടുത്തുകൊണ്ട്, കൃഷിഭൂമികളെല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് കോടികളുടെ വെട്ടിപ്പ് നടത്തിയിട്ടാണ് കഴിഞ്ഞ കൃഷി ഓഫീസർ ഷൊർണൂർ കൃഷി ഓഫീസിൽ നിന്നും പടിയിറങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പല ആളുകളോടും ഇത്തരം PMAയിൽ ഉൾപ്പെട്ട ആളുകളോടും കൂടി അവർ 10,000 20,000 ആവശ്യപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പോഴാണ് അവർ നമ്മളോട് പറയുന്നത്. നഗരസഭാ കൗൺസിലർമാരായ EP നന്ദകുമാർ, K പ്രസാദ്, KR അശ്വതി, നിഷ ശശികുമാർ, ബിന്ദു മുകുന്ദൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഉപ്പുമതിൽ സൃഷ്ടിച്ച് പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജൂലൈ 20 നടത്തുന്ന കളക്ടറേറ്റ് മാർച്ചിന്റെ ഭാഗമായാണ് ഉപ്പുമതിൽ സൃഷ്ടിച്ചത്. പഞ്ചായത്തിന് മുന്നിൽ നടന്ന ഉപ്പുമതിലും പ്രതിഷേധ ധർണയും മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. പണം അനുവദിക്കാതെ ഈ സംവിധാനങ്ങളെയൊക്കെ ജനകീയമായ മുന്നേറ്റങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിനെതിരെയാണ് സംസ്ഥാന വ്യാപകമായി മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മണ്ണൂർ പഞ്ചായത്തിലും അതിന്റെ സാരഥികളുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട അൻവർ സാദിഖ് അവർകളുടെ, ബജുൽ ടീച്ചറുടെ, പാർട്ടിയുടെയൊക്കെ സജീവ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ പരിപാടി നടക്കുന്നത്. 2023-24 വർഷം അനുവദിക്കാതിരുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡിലെ 1215 കോടിയും ജനറൽ പർപ്പസ് ഗ്രാൻഡിലെ 557 കോടിയും പ്രത്യേക വിഹിതമായി സർക്കാർ അനുവദിക്കുക. 2024 മാർച്ച് 25-നകം ട്രഷറിയിൽ ബില്ല് സമർപ്പിച്ചിട്ടും പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ 1156.02 കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക. ലൈഫ് പദ്ധതി PMAY ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം സർക്കാർ തിരുത്തുക. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 20 കളക്ടറേറ്റ് ധർണ നടത്തുന്നത്. മണ്ണൂർ പഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിൽ LGML ജില്ലാ ട്രഷറർ VM അൻവർ സാദിഖ് അധ്യക്ഷനായി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KP മുനീർ, S സബിത, CH ജബ്ബാർ, പഞ്ചായത്ത് അംഗം PU റജുല, ബഷീർ, അഫ്സൽ, PU ഹക്കീം, നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾ ബാനറിൽ ഒപ്പിട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 13 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ 63കാരൻ പിടിയിൽ. കുന്നംകുളം കാട്ടക്കാമ്പാൽ ചിറക്കൽ സ്വദേശി ഉമ്മറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 മാസത്തോളമായി പ്രതി പെൺകുട്ടിയെ പിന്തുടർന്ന് നിരന്തരം അശ്ലീല ചുവയിൽ സംസാരിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കടയിൽ സാധനം വാങ്ങാനെത്തിയ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി പിടിച്ചതോടെ പെൺകുട്ടി വീട്ടുകാരോട് വിവരം പറഞ്ഞു. വീട്ടുകാർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതി ചിറക്കൽ സ്വദേശി ഉമ്മറിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പാലക്കാട് സ്റ്റേഡിയം പരിസരത്ത് നടന്ന ധർണ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ന്യായമില്ലാത്ത രീതിയിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾ എവിടെണ്ടെങ്കിലും അവിടെ CIT എന്ന് പറയുന്ന പ്രസ്ഥാനം, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ എന്ന പ്രസ്ഥാനം അതിശക്തമായിട്ട് തന്നെ അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. അപ്പൊ അതിന്റെയൊക്കെ മുന്നോടിയായിക്കൊണ്ടാണ് ഇത്തരം ധർണാ സമരങ്ങള് നമ്മുടെ വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിട്ടുള്ളത്. വഴിയോര കച്ചവട തൊഴിലാളി നിയമം സമഗ്രമായി നടപ്പിലാക്കുക, അന്യായമായ ഒഴിപ്പിക്കൽ നടപടികൾ അവസാനിപ്പിക്കുക, സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി V സുരേഷ്, യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ഫാറൂഖ്, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട്ട് ഫിറ്റ്നസും ടാക്സും ഇൻഷുറൻസുമില്ലാതെ സ്കൂൾ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ ട്രാവലർ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. വാഹന ഉടമ കൂടിയായ ഡ്രൈവർക്ക് 10,250 രൂപ പിഴ ചുമത്തി. ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാൻ ശുപാർശ ചെയ്തിട്ടുമുണ്ട്. കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് 25ഓളം സ്കൂൾ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ വാഹനമാണ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത്. വാഹനത്തിന് ഫിറ്റ്നസും ടാക്സും ഇൻഷുറൻസുമില്ലെന്ന് അധികൃതർ കണ്ടെത്തി.
വാഹനത്തിൻ്റെ ഉടമയായ ഡ്രൈവർക്ക് 10,250 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാനും അധികൃതർ ശുപാർശ ചെയ്തു. RTO ടി ജെൻസന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധന നടത്തുന്നതിനിടെയാണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് സർവീസ് നടത്തിയ വാഹനം പിടികൂടിയത്. വിദ്യാർത്ഥികളെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായി വീടുകളിൽ എത്തിച്ചു. വാഹനത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി BJP സ്ഥാനാർത്ഥി ഉഷ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസർ രേഖ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. പത്രികാ സമർപ്പണ വേളയിൽ BJP മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK വാസുദേവൻ, BJP മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്, ജനറൽ സെക്രട്ടറി MV സുഭാഷ്, സെക്രട്ടറി സുരേഷ് കേശവൻ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുനീഷ് ഭരതക്കാട്, രൂപേഷ് അതിർക്കാട്, 14-ാം വാർഡ് മെമ്പർ രതീഷ് കുമാർ, ബ്ലോക്ക് മെമ്പർ കലാകണ്ണൻ, V മോഹനൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളിയിൽ ഓട്ടോയും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പറളി തേനൂർ കങ്കത്ത് വീട്ടിൽ പരേതനായ വേലായുധന്റെ മകൻ 54 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം പറളി മുണ്ടൂർ പ്രധാന പാതയിൽ വഴുക്കപ്പാറ വളവിലാണ് അപകടം നടന്നത്. സുധാകരൻ ഓടിച്ചിരുന്ന ബൈക്കിൽ ഓട്ടോ ഇടിക്കുകയായിരുന്നു. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടായി ഡിവിഷന് കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങൾക്ക് ഇരിപ്പിടങ്ങൾ കൈമാറി. വിതരണോദ്ഘാടനം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടായി ഡിവിഷന് കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങൾക്കാണ് ബെഞ്ചും ഡെസ്കും വിതരണം ചെയ്തത്. ഓരോ വിദ്യാലയത്തിനും 50 മുതൽ 100 വരെ സെറ്റ് ബെഞ്ചും ഡെസ്കുമാണ് നൽകിയത്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിനോടും പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ എല്ലാവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേരളത്തിലെ ഗവൺമെന്റും നൽകുന്ന ഈ എല്ലാ സൗകര്യങ്ങൾക്കും മറുപടിയായി നിങ്ങളുടെ അക്കാദമിക നിലവാരം ഉയർത്തിക്കൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കൊണ്ട് കൂടുതൽ നല്ല സ്വഭാവമുള്ള കുട്ടികളുടെ ഉടമകളായി മാറിക്കൊണ്ട് വേണം ഇതിനെല്ലാം തിരിച്ച് നന്ദി രേഖപ്പെടുത്താൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കോട്ടായി സർക്കാർ ഹൈസ്കൂളിൽ നടന്ന വിതരണ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട് അധ്യക്ഷനായി. കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ V വിനീത, സ്കൂൾ PTA പ്രസിഡന്റ് സതീഷ്, PTA വൈസ് പ്രസിഡന്റ് ജയദാസ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജിദ, തസീന തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VK കൃഷ്ണലീല സ്വാഗതവും പ്രധാന അധ്യാപിക ഇൻചാർജ് S ശാന്തി നന്ദിയും പറഞ്ഞു. കോട്ടായി സ്കൂളിലേക്ക് 85 ജോഡി ബെഞ്ചും ഡെസ്കുമാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുടിവെള്ളം എന്ന പേരിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ കൂടി ലഭിക്കുന്നത് ചെളിവെള്ളം. തൃശൂർ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ പുളിഞ്ചോട് മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ ഗാർഹിക കണക്ഷൻ വഴിയുള്ള പൈപ്പുകളിലൂടെയാണ് കലങ്ങിയ വെള്ളം ലഭിക്കുന്നത്. ആഴ്ചകളായി ഇത്തരത്തിലുള്ള വെള്ളമാണ് മേഖലയിൽ വിതരണം ചെയ്യുന്നത്. വിവിധ നിറങ്ങളിലുള്ള ബക്കറ്റുകളിൽ വെള്ളം ശേഖരിക്കുമ്പോൾ വെള്ളത്തിൻ്റെ നിറവ്യത്യാസം ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലരും ഈ വെള്ളം തന്നെയാണ് കുടിക്കാനും പാചകം ചെയ്യാനുമായി ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ രോഗങ്ങൾ സ്ഥിരീകരിച്ചിരിക്കെ ഇത്തരത്തിലുള്ള മലിനജലം വിതരണം ചെയ്യുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഞങ്ങളിത് ഹൗസ് കണക്ഷനിൽ നിർത്ത വെള്ളമാണ്. അപ്പോൾ ഇതാണ് ഒരു മഞ്ഞ കളറാണ്. ഇത് ഞങ്ങൾ എങ്ങനെയാണ് കുടിക്കുക? അത് ഞങ്ങൾ വിശ്വസിച്ച് എങ്ങനെ കുടിക്കാൻ പറ്റും? ഇത് കുറേ കാലമായി ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കണം. നല്ല വെള്ളം വിതരണം ചെയ്യാൻ വാട്ടർ അതോറിറ്റി തയ്യാറാണ്. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പലയിടങ്ങളിലും പൈപ്പ് പൊട്ടുകയും ചെളിവെള്ളം പൈപ്പുകളിൽ കയറുകയും ചെയ്യുന്നുണ്ട്. ഈ വെള്ളമാണ് ഗാർഹിക കണക്ഷനുകളിലൂടെ ലഭിക്കുന്നത്. പൊട്ടിയ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്താതെ ദേശീയപാത അധികൃതരും ജല അതോറിറ്റി അധികൃതരും പരസ്പരം പഴിചാരുകയാണ് പതിവ്. ഗാർഹിക കണക്ഷനുകൾ വഴി ചെളിവെള്ളം ലഭിക്കുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിയിൽ ആനപ്പാപ്പാനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന കോട്ടായി പുളിനെല്ലി പൊള്ളേക്കാട്ടുപടി 49 വയസ്സുള്ള രാജുവിനെയാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ വീടിന് സമീപത്തെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മതയാനകളെ മെരുക്കിയെടുക്കുന്നതിലും അക്രമാസക്തരായ ആനകളെ ചങ്ങലയിൽ തളയ്ക്കുന്നതിനും പ്രത്യേക പ്രാഗൽഭ്യം തെളിയിച്ച പാപ്പാനാണ് രാജു. അന്തരിച്ച മുതിർന്ന CPM നേതാവ് A പത്മനാഭന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. മുള്ളൂർക്കര ഇരുനിലംകോട് അപ്പാട്ട് വീട്ടിൽ നടന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും തന്നെ ഇല്ലാതെയാണ് സംസ്കാരം നടന്നത്.
മൂത്തമകൻ അജയകുമാർ ചിതയ്ക്ക് തീ കൊളുത്തി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ MP, സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, MLAമാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, മുരളി പെരുന്നല്ലി, സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, ജില്ലാ സെക്രട്ടറി MM വർഗീസ്, KSKTU സംസ്ഥാന സെക്രട്ടറി M ചന്ദ്രൻ, കേന്ദ്ര കമ്മിറ്റി അംഗം ലളിത ബാലൻ, പട്ടികജാതി കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ്, മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ MR മുരളി, ദേവസ്വം റിക്രൂട്ട്മെന്റ് ചെയർമാൻ KV മോഹൻദാസ്, മറ്റു നേതാക്കളായ KV നഫീസ, TK വാസു, KV അബ്ദുൽ ഖാദർ, VS പ്രിൻസ്, KK മുരളീധരൻ, K നന്ദകുമാർ, KD ബാഹുലയൻ, PA ബാബു, KK അഷ്റഫ്, PN സുരേന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അന്തരിച്ച മുതിർന്ന CPM നേതാവ് A പത്മനാഭനെ അനുസ്മരിച്ച മുള്ളൂർക്കര ഇരുനിലംകോട് സെന്ററിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തി. നമുക്ക് ഇന്നലെ നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഇവിടെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ജനിച്ചാൽ മരിക്കും എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യനും മരിക്കാതിരിക്കുന്നില്ല. ഞങ്ങൾക്കോടൊപ്പം തന്നെ മരണവും നിശ്ചയിച്ചിട്ടുണ്ട്. 94-95 വയസ്സ് വരെ ജീവിച്ച ഒരു സഖാവ് നേതാവ് നമ്മൾ വിട്ടുപിരിഞ്ഞു. സ്വാഭാവികമായിട്ടും അത് വിട്ടുപിരിയത് ഒരു അനിവാര്യതയാണ്. അങ്ങനെ വിട്ടുപിരിയുമ്പോഴും നമുക്ക് ആ സഖാവിൽ നിന്നും മനസ്സിലാക്കാനും പഠിക്കാനും കഴിയേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അനുശോചന യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷനായി. KSKTU സംസ്ഥാന സെക്രട്ടറി M ചന്ദ്രൻ, MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, UR പ്രദീപ്, KV നഫീസ, KV അബ്ദുൽ ഖാദർ, KB മോഹൻദാസ്, PA ബാബു, K നന്ദകുമാർ, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, CPI നേതാവ് A വിജീഷ്, കോൺഗ്രസ് പ്രതിനിധി PV സുലൈമാൻ, മുസ്ലിം ലീഗ് നേതാവ് MP കുഞ്ഞിക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രശസ്ത സിനിമാ താരം മോഹൻലാൽ കഥകളി കലാകാരനായി വേഷമിട്ട വാനപ്രസ്ഥം എന്ന ചിത്രത്തിൽ കഥകളിക്ക് വസ്ത്രാലങ്കാരം നിർവഹിച്ച അണിയറ ശില്പി നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകനെ കലാമണ്ഡലം ആദരിക്കുന്നു. കലാമണ്ഡലത്തിൽ നടക്കുന്ന ആദരിക്കലും ജീവിതരേഖ പുസ്തകത്തിന്റെ പ്രകാശനവും ശനിയാഴ്ച 3 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കലാമണ്ഡലവും മാങ്ങോട് മഞ്ജുതുര കഥകളി സംഘവും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ V അനന്തകൃഷ്ണൻ അധ്യക്ഷനാവും. 94 വയസ്സിലെത്തി നിൽക്കുന്ന അപ്പുണ്ണിത്തരകന്റെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഡോക്ടർ A വിനീത എഴുതിയ ജീവിതരേഖ പുസ്തകത്തിന്റെ പ്രകാശനം പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി നിർവഹിക്കും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ കലാമണ്ഡലം അക്കാദമിക് മുൻ കോർഡിനേറ്റർ ഡോക്ടർ CM നീലകണ്ഠൻ, സംഘാടക സമിതി ചെയർമാൻ കലാമണ്ഡലം ശിവരാമൻ, കലാമണ്ഡലം അച്യുതാനന്ദൻ, പീതാംബരൻ ആനങ്ങാട്, ഡോക്ടർ വിനി തുടങ്ങിയവർ പറഞ്ഞു. കലയുമായി ബന്ധപ്പെട്ട കഥകളിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശസ്തരായിട്ടുള്ള ആളുകളും വരുന്നുണ്ട്. കലാമണ്ഡലം ഗോപിയാശാനാണ് അത് പ്രകാശനം ചെയ്യുന്നത്. അധ്യക്ഷൻ കലാമണ്ഡലം VC ഡോക്ടർ അനന്തകൃഷ്ണനാണ്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു കഥകളി കലാകാരിയാണ്. അവർക്ക് ഇതൊക്കെ ആയിട്ട് വലിയ അടുപ്പുണ്ട്, ആദരവുണ്ട്. അവർ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ വ്യാപാര ഭവൻ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും അനുമോദന സദസ്സും നടന്നു. ഷൊർണൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. ഇവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. SSLCക്ക് 100% വിജയം നേടിയ ഷൊർണൂരിലെ വിദ്യാലയങ്ങൾക്ക് ഷീൽഡ് സമ്മാനിച്ചു. ചടങ്ങിൽ വ്യാപാര ഭവൻ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായിരുന്ന KB ജൂബി, VP സുരേന്ദ്രൻ, സുബ്രഹ്മണ്യൻ മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. KVR ഹൈസ്കൂൾ, സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗണേശ് ഗിരി ഗവൺമെന്റ് ഹൈസ്കൂൾ, ടെക്നിക്കൽ ഹൈസ്കൂൾ, SN ട്രസ്റ്റ് ഹൈസ്കൂൾ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. SSLC +2 ജേതാക്കളായ വ്യാപാരികളുടെ മക്കളും ചടങ്ങിൽ ഷീൽഡ് ഏറ്റുവാങ്ങി. പ്രസിഡന്റ് KB ജൂബി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VS സുധേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് MB രതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ SN കോളേജിൽ MP പ്രാദേശിക വികസന ഫണ്ടിലൂടെ അനുവദിച്ച നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ വെച്ച് റാങ്ക് ജേതാക്കളെയും അനുമോദിച്ചു. പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് റാങ്ക് ജേതാക്കളെയും അനുമോദിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ്
എൽവിൻ പോൾ കോനാട്ട് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വാർഡ് കൗൺസിലർ ബിന്ദു അധ്യക്ഷയായി. RDC കൺവീനർ CC ജയൻ, ശിവശങ്കരൻ, C ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിവേഴ്സിറ്റി എക്കണോമിക്സ് വിഭാഗത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അനഘ നായർ, 22ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രുതി മോഹൻദാസ് എന്നിവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. മണ്ണൂർ AUP സ്കൂളിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന അറബിക് ടാലന്റ് ടെസ്റ്റിന്റെ ഭാഗമായാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. വിജയികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് നിർവഹിച്ചു. ടാലന്റ് ടെസ്റ്റിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളാണ് നമ്മുടെ മുന്നിലുള്ള കുട്ടികൾ. വളരെ നല്ല രീതിയിൽ മത്സരത്തിൽ പങ്കെടുക്കുകയും മത്സരത്തിൽ വിജയം കാഴ്ചവെക്കുകയും ചെയ്ത് സബ് ജില്ലയിലേക്ക് അവർ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഇനിയും അവർക്ക് ഇതുപോലുള്ള മത്സരങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും ചാരിതാർത്ഥ്യത്തോടു കൂടിയും എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് മുന്നോട്ട് പോകാൻ അവർക്ക് സർവേശ്വരൻ ദൈവം അവരെ സഹായിക്കട്ടെ. പരിപാടിയിൽ HM TA ഷരീഫ അധ്യക്ഷയായി. KATF ജില്ലാ ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം പദ്ധതി വിശദീകരിച്ചു. സ്വാതി PS, ഷിഹാബുദ്ദീൻ MT, ശ്രീലജ, അമൽ ശങ്കർ, ഉമാദേവി, S അജിത് കുമാർ, KR ദീപു തുടങ്ങിയവർ പങ്കെടുത്തു. UP വിഭാഗം ക്വിസ് മത്സരത്തിൽ ജസ്ന ഫാത്തിമ, ഹാഫിസ് മുഹമ്മദ്, ഫാത്തിമ സന, സഫ തുടങ്ങിയവരും, LP വിഭാഗത്തിൽ ഹംന ഫാത്തിമ, ഹാഷിർ, സഫ ഫാത്തിമ, ഫാത്തിമ തുടങ്ങിയവരും വിജയികളായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. CPM നേതാവും ചെറായ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന കോയുവിന്റെ 12ാം ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കോങ്ങാട് ചെറായയിൽ നടന്ന അനുസ്മരണം CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതു സമൂഹത്തിനു വേണ്ടി നിന്നതാണ്. കോയിന്റെ പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ പണിയെടുത്ത് ഇവിടെ ടാപ്പിംഗ് തൊഴിലാളിയാണ്, അതിനു മുമ്പ് കർഷക തൊഴിലാളിയാണ്. വളരെ ദരിദ്രമായ അദ്ദേഹം വൈകുന്നേരം വരെ പണിയെടുത്താൽ മാത്രം കുടുംബത്തിലേക്ക് വരുമാനമുണ്ട്. അതുകൊണ്ടുപോയി കുട്ടികളെയും ഭാര്യയൊക്കെ സംരക്ഷിക്കണം. അങ്ങനെ പണിയെടുക്കുമ്പോഴും തൻ്റെ ബാക്കി സമയവും ഒരുപക്ഷെ പണി മുടക്കിയ സമയമൊക്കെ പൊതുപ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആളാണ്. പരിപാടിയിൽ വെച്ച് SSLC, +2, LSS ബിരുദാനന്തര വിജയികളെയും ആദരിച്ചു. കോയുവിന്റെ ഓർമ്മയ്ക്കായി 40ഓളം വിദ്യാർത്ഥികൾക്ക് തെങ്ങിൻ തൈകളും വിതരണം ചെയ്തു. കോങ്ങാട് ചെറായയിൽ നടന്ന അനുസ്മരണത്തിൽ നാരായണൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ V സേതുമാധവൻ, കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് T അജിത്, LC സെക്രട്ടറി MS ദേവദാസ്, ഏരിയ കമ്മിറ്റി അംഗം A പ്രശാന്ത്, KSKTU വില്ലേജ് സെക്രട്ടറി CK കൃഷ്ണദാസ്, വാർഡ് മെമ്പർ M അനിഷ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി MK മോഹൻദാസ് സ്വാഗതവും KR രാജേഷ് നന്ദിയും പറഞ്ഞു. മധുര വിതരണവും നടന്നു. 40ഓളം വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. രക്ഷിതാക്കളടക്കം 100ലേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രശസ്ത ഭാഗവതാചാര്യനും ആത്മീയ പ്രചാരകനുമായ കേരളശ്ശേരി വേണുഗോപാലിന്റെ നിര്യാണത്തിൽ അനുസ്മരണ യോഗം നടത്തി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കേരളശ്ശേരിയിൽ അനുസ്മരണം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സമിതി ജില്ലാ പ്രസിഡന്റ് RK മേനോൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി നാരായണൻ കരിമ്പ, വെള്ളിനേരി നാരായണൻ, ദിവ്യ കേരളശ്ശേരി, AS മന്നാടിയാർ, സജീവ് പുലാപ്പറ്റ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒട്ടുമുക്ക ക്ഷേത്രങ്ങളിലും നമ്മുടെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഒരു പ്രഭാഷണത്തിന് ദിവ്യ ഈ വേണുവേട്ടനെ വിളിച്ചു കൂട്ടി കൂടെ. ഞങ്ങളൊരു ചന്നം പിന്നം പെയ്യുന്ന ഒരു മഴ ദിവസം ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി സദനം ശ്യാമളൻ്റെയൊക്കെ വീട്ടിൻ്റെ അടുത്താ തോന്നുന്നത്, ഒരു അമ്പലത്തിലെ ഒരു പ്രഭാഷണത്തിന് പോയി. അദ്ദേഹം കേട്ടിരുന്നു. പിന്നെ അനവധി അമ്പലങ്ങളിൽ നമ്മുടെ പ്രഭാഷണത്തിന് വന്നാൽ ദിവ്യൻ്റെ കൂടെ അദ്ദേഹം വരലുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപാണ് കേരളശ്ശേരിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വേണുഗോപാൽ മരണമടഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കമ്മ്യൂണിസത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത സർക്കാരാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കേരളത്തിൽ CPM നേതൃത്വം നൽകുന്നത് ക്രിമിനൽ വൽക്കരണത്തിന്. മുഖ്യമന്ത്രി തെറ്റുകൾ ആവർത്തിക്കുകയാണെന്നും ബൽറാം. കർഷക ആത്മഹത്യകൾ തടയണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കർഷക കോൺഗ്രസ് ധർണ. ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിക്ക് വെട്ടേറ്റു. കരൂർ കൃഷ്ണരായപുരം സ്വദേശി 40 വയസ്സുള്ള പത്മനാഭന് വെട്ടും കുത്തുമേറ്റത് മായനൂർ പാലത്തിനു താഴെ ഭാരതപ്പുഴയിൽ വെച്ച്.
വാണിയംകുളം ചന്തയിലേക്ക് പോകാൻ ഒറ്റപ്പാലത്ത് ട്രെയിൻ മാർഗമെത്തിയ പത്മനാഭനിൽ നിന്ന് പണം കവരാനായിരുന്നു ആക്രമണമെന്ന സംശയം. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. റെയിൽ നഗരിയായ ഷൊർണൂരിനോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് CPIM. അവഗണനയ്ക്കെതിരെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച്. സമരം CPM ഷൊർണൂർ കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. പ്ലാച്ചിമട സമരം ജനകീയ പോരാട്ടത്തിന്റെ ആവേശ മാതൃകയെന്ന് ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബിഷപ്പ് സമരപ്പന്തൽ സന്ദർശിച്ചു. പ്ലാച്ചിമടക്കാരല്ല സമരം നടത്തുന്നതെന്ന മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ പ്രസ്താവന തെറ്റെന്നും ബിഷപ്പ്. ഭൂമി തരം മാറ്റൽ സംബന്ധിച്ച് 2 വർഷം മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ മുൻ കൃഷി ഓഫീസർ വരുത്തിയ വീഴ്ച മൂലം ഷൊർണൂരിൽ PMAY പദ്ധതി പ്രകാരം ഭവന നിർമ്മാണത്തിന് അപേക്ഷിച്ച പലരും രേഖകൾ ഹാജരാക്കാനാകാതെ പ്രതിസന്ധിയിലെന്ന പരാതി. വിരമിച്ച കൃഷി ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ അനാസ്ഥയെന്ന് BJP. ഗുണഭോക്താക്കൾക്കൊപ്പം ഷൊർണൂർ കൃഷിഭവനിലെത്തി BJP കൌൺസിലർമാരും നേതാക്കളും പ്രതിഷേധമറിയിച്ചു. തിങ്കളാഴ്ച മുതൽ ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ ഭൂമി തരം മാറ്റൽ സംബന്ധിച്ച അപേക്ഷകൾ പരിഗണിക്കാമെന്ന് പുതിയ കൃഷി ഓഫീസർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് നേതാക്കൾ. കുന്നംകുളത്ത് 13-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 63-കാരൻ അറസ്റ്റിൽ. കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് കാട്ടക്കാമ്പാൽ ചിറക്കൽ സ്വദേശി ഉമ്മർ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാലക്കാട്ട് ഫിറ്റ്നസും ടാക്സും ഇൻഷുറൻസുമില്ലാതെ സ്കൂൾ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ ട്രാവലർ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. വാഹനോടമ കൂടിയായ ഡ്രൈവർക്ക് പിഴ ചുമത്തി. ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാനും ശുപാർശ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.